റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റാസി വിഷൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ നിങ്ങളുടെ കൂട്ടുകാരിലേക്കൊക്കെ എത്തിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. വീഡിയോ ഹൈപ്പ് ചെയ്യാൻ അറിയുന്നവർ ഹൈപ്പ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അറിയിക്കുക. ഈ വീഡിയോയിൽ 3ാം ക്ലാസ്സിലെ ഫിഖ് എന്ന പരീക്ഷൻ്റെ ഒരു മോഡൽ ചോദ്യപേപ്പർ നമുക്ക് നോക്കാം. ഇവിടെ ആദ്യമായിട്ട് 1ാമത്തെ ആക്ടിവിറ്റി ആയിട്ട് വന്നിട്ടുള്ളത് വിട്ടത് ചേർക്കാം. എന്നിട്ട് ഇവിടെ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് എന്താണ് ചേർക്കേണ്ടത് എന്ന്. വുളൂഇൻ്റെ ഫർളുകളാണ്. ഇപ്പോൾ ഇവിടെ താഴെ നോക്കൂ, വുളൂഇൻ്റെ 6 ഫർളുകൾ എഴുതാനുള്ള സ്ഥലമുണ്ട്. അതിൽ 1ാമത്തെ ഫർള് നിയ്യത്ത് ചെയ്യുക എന്നിവിടെ ഉണ്ട്. അതുപോലെ തന്നെ 5ാമത്തെ ഫർള് 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക. ഈ 2 ഫർളുകൾ ഇവിടെ ഉണ്ട്. ബാക്കി 2, 3, 4, 6 ഈ ഫർളുകൾ നമ്മൾ എന്ത് ചെയ്യണം, എഴുതണം. അതിൽ 1ാമത്തേത് നിയ്യത്ത് ചെയ്യുക എന്നിവിടെ ഉണ്ട്. വുളൂഇൻ്റെ ഫർളുകളിൽ നിന്ന് 2ാമത്തെ ഏതാണ്? മുഖം കഴുകുക എന്നുള്ളതാണ്. മുഖം കഴുകുക. 1 നിയ്യത്ത് ചെയ്യുക, 2 മുഖം കഴുകുക. അപ്പോൾ അതവിടെ ഇതാ. 3 എന്താണ്? 2 കൈയും മുട്ടോടുകൂടി കഴുകുക എന്നുള്ളതാണ് മൂന്നാമത്തത്. 2 കൈയും മുട്ടോടുകൂടി കഴുകുക. 4ാമത്തത് എന്താ? തലയിൽ നിന്ന് അല്പം തടവുക എന്നുള്ളതാണ്. അപ്പോൾ അത് എഴുതാം. 4ാമത്തത് തലയിൽ നിന്ന് അല്പം തടവുക. 5 ഇവിടെ ഉണ്ട്. 2 കാലുകളും ഞെരിയാണി ഉൾപ്പെടെ കഴുകുക എന്നുള്ളതാണ്. 6ാമത്തതാണ് നമ്മൾ എഴുതേണ്ടത്. അതെന്താണ് 6ാമത്തത്? ഇവയെല്ലാം വഴിക്കുവഴിയായി ചെയ്യുക. 6 ഇവയെല്ലാം വഴിക്കുവഴിയായി ചെയ്യുക. അപ്പോൾ വുളൂഇൻ്റെ ഫർളുകൾ 6 പൂർത്തിയായി. 2 ഇവിടെ ഉണ്ട്. 4 നമ്മൾ എഴുതി പൂർത്തിയാക്കിയിട്ടുണ്ട്. ഇനി 2ാമത്തെ ആക്ടിവിറ്റി നോക്കൂ. ശരിക്ക് ശരി നൽകാം എന്നാണ്. ശരിക്ക് ശരി നൽകാം. ഇവിടെ 5 ചോദ്യങ്ങൾ താഴത്തുണ്ട്. ഈ 5 ചോദ്യങ്ങൾക്കൊരു 3 ഓപ്ഷൻസുകൾ ഇവിടെ ഉത്തരങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. 3 ഓപ്ഷൻസുകൾ. അതിൽ 2 തെറ്റായിരിക്കും, 1 ശരി ഉണ്ടാവുക. അത് ശരിയിടുക. ബാക്കിയുള്ള തെറ്റിടേണ്ട ആവശ്യമൊന്നുമില്ല, ശരി മാത്രം ഇടുക. അതിൽ 1ാമത്തെ ചോദ്യം നോക്കൂ. വുളൂഇൻ്റെ ഷർത്തുകൾ. വുളൂഇൻ്റെ ഷർത്തുകൾ ഇവിടെ 4 ആകുന്നു, 2 ആകുന്നു, 5 ആകുന്നു. എത്രയാണ്? വുളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു അല്ലേ? വുളൂഇൻ്റെ ഫർളുകളാണെങ്കിൽ 6, ഷർത്തുകളാണെങ്കിൽ 5. അപ്പോൾ 5 ആകുന്നു എന്നുള്ളടത്ത് ശരിയിടുക. 2ാമത്തത് അശുദ്ധികൾ ഉയർത്താൻ എന്ത് വേണം? ത്വാഹിറായ വെള്ളം വേണം, തൊഹൂറായ വെള്ളം വേണം. ഇവിടെ 2 ഓപ്ഷനുകളേ ഉള്ളൂ. അതിലെന്താണ് ശരി? തൊഹൂറായ വെള്ളം വേണം എന്നുള്ളതാണ്. അപ്പോൾ തന്നെയാണ് 2ാമത്തതാണ് ശരിയിടേണ്ടത്. ഇനി 3ാമത്തത് 2 തരത്തിലുണ്ട്. എന്താണ് 2 തരത്തിലുള്ളത്? ശുദ്ധി, കുളി, വുളൂ. ഏതാണ്? ശുദ്ധിയാണല്ലേ. ശുദ്ധി 2 തരത്തിലുണ്ട്. ചെറിയ അശുദ്ധി, വലിയ അശുദ്ധിയൊക്കെ നമ്മൾ പഠിച്ചല്ലോ. ഇനി അതുപോലെ തന്നെ ചെറിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലും വലിയ അശുദ്ധിയിൽ നിന്ന് ശുദ്ധിയാവലും. അതാണ് 2 തരത്തിലുള്ള ശുദ്ധി. ഇനി 4ാമത്തത് എന്താ? വെട്ടുകിളിയുടെ ശവം, ജറാദ് എന്നൊക്കെ പറയും. വെട്ടുകിളി, അതിൻ്റെ ശവം നജസാണ്, നജസല്ല, തൊഹൂറാണ്. എന്താണ് അതിൻ്റെ ആൻസർ? വെട്ടുകിളിയുടെ ശവം നജസല്ല. ഇതാണ് ശരി, നജസല്ല. ഇനി 5ാമത്തത് വുളൂ ഇല്ലാത്ത അവസ്ഥയാണ്. വുളൂ ഇല്ലാത്ത അവസ്ഥക്ക് പറയുന്നൊരു പേരുണ്ട്. വലിയ അശുദ്ധി, ചെറിയ അശുദ്ധി, മധ്യ അശുദ്ധി. ഏതാണ്? വുളൂ ഇല്ലാത്ത അവസ്ഥ, ചെറിയ അശുദ്ധി. അപ്പോൾ 2ാമതാണ് ശരിയിടേണ്ടത്. അപ്പോൾ വുളൂഇൻ്റെ ഷർത്തുകൾ 5 ആകുന്നു. അതാണ് ആൻസർ. പിന്നെ അശുദ്ധികൾ ഉയർത്താൻ തൊഹൂറായ വെള്ളം വേണം. പിന്നെ 2 തരത്തിലുണ്ട് ശുദ്ധി. വെട്ടുകുളിയുടെ ശവം നജസല്ല, വുളൂ ഇല്ലാത്ത അവസ്ഥയാണ് ചെറിയ അശുദ്ധി. ഇതൊക്കെയാണ് അതിൻ്റെ ആൻസറായിട്ട് വരിക. ഇനി 3ാമത്തെ ആക്ടിവിറ്റി ഉദാഹരണം എഴുതാനാണ്. ഇതിലിവിടെ 3 ചോദ്യങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിന് ഒരു ഉദാഹരണം എഴുതി കൊടുക്കുക. അതിൽ 1ാമത്തെ ചോദ്യം എന്താ? വെള്ളം ചേരുന്നതിനെ തടയുന്ന വസ്തു. നമ്മൾ വുളൂഇൻ്റെ ഷർത്തുകളിലൊക്കെ പഠിച്ചല്ലോ. വെള്ളം ചേരുന്നതിനെ തടയുന്നൊരു വസ്തുവും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക എന്നൊക്കെ പഠിച്ചല്ലോ. അതിനവിടെ ഉദാഹരണങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്തൊക്കെയാണ്? പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി. അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതിയാവും. അത് കംപ്ലീറ്റ് ഫുൾ എഴുതാൻ വേണ്ടി ചോദിക്കുകയാണെങ്കിൽ ഫുൾ എഴുതണം. ഞാനിവിടെ മുഴുവൻ എഴുതിയിട്ടുണ്ട്. പശ, ഉറച്ച എണ്ണ, കട്ടിയുള്ള കൃത്രിമ മൈലാഞ്ചി.
രണ്ടാമത്തേത് എന്താ? നിത്യാശുദ്ധിയുള്ളവർ. നിത്യാശുദ്ധിയുള്ളവർക്കൊരു ഉദാഹരണം എന്താണ്? മൂത്രവാർച്ച അല്ലേ? അപ്പോൾ അതേതാ മൂത്രവാർച്ച. ഇനി അടുത്തത് മൂന്നാമത്തത് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു. അത് വുളുവിൻ്റെ ഷർത്തുകൾ നമ്മൾ പഠിച്ചതാണ്. വെള്ളത്തെ പകർച്ചയാക്കുന്ന ഒരു വസ്തു അവയവങ്ങളിൽ ഇല്ലാതിരിക്കൽ എന്ന് പഠിച്ചല്ലോ. അതിൻ്റെ ഉദാഹരണം നമ്മൾ പഠിച്ചത് തന്നെ എങ്ങനെയാണ്? വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ള വസ്തുക്കൾ എന്നാണ് പഠിച്ചത്. അപ്പോൾ ചായമാണ് വെള്ളത്തെ പകർച്ചയാക്കുന്ന വസ്തു. അതിൻ്റെ ഉദാഹരണം ചായം എന്നെഴുതാം. ഇനി അടുത്ത ആക്ടിവിറ്റി എന്താ? പൂർത്തിയാക്കാം. നാലാമത്തേത് പൂർത്തിയാക്കാം. ഇവിടെ 4 ചോദ്യങ്ങളുണ്ട്. അതിൻ്റെ അവസാന ഭാഗം ഇവിടെ ഇങ്ങനെ വിട്ടുപോയിട്ടുണ്ട്. അത് നമ്മൾ ചിലപ്പോൾ ഒരു വാക്കോ ഒന്നിൽ 2 വാക്കൊക്കെ ഉണ്ടാവും, അത് ചേർത്ത് കൊടുക്കുകയാണ് വേണ്ടത്. അതിലൊന്നാമത്തെ എന്താ? വുളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്. അവക്ക് വുളൂഇൻ്റെ ഡാഷ് എന്താണ് പറയുക? നിബന്ധനകൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം എന്താണ്? ഷർത്തുകൾ. അവക്ക് വുളൂഇൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. അങ്ങനെ ഇതാ. അപ്പോഴാണിത് കംപ്ലീറ്റ് ആവുക. വുളൂ ശരിയാവാൻ ചില നിബന്ധനകളുണ്ട്. അവക്ക് വുളൂഇൻ്റെ ഷർത്തുകൾ എന്ന് പറയുന്നു. രണ്ടാമത്തത് നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് ഡാഷ്. നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല? പിന്തിക്കാവതല്ല എന്നാണ്. അവിടെ പിന്തിക്കാൻ പറ്റൂല എന്ന്. അപ്പോൾ അങ്ങനെ ഇതാ പിന്തിക്കാവതല്ല എന്നെഴുതാ. നിസ്കാരം അതിൻ്റെ സമയത്തെ വിട്ട് പിന്തിക്കാവതല്ല. ഇനി മൂന്നാമത്തേത് എന്താണ് ഇവിടെ വന്നിട്ടുള്ളത്? പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം ഡാഷ് എന്താണ്? നമുക്ക് സിമ്പിളായിട്ട് എല്ലാവർക്കും അറിയുന്നതാണ്. പ്രായപൂർത്തിയും ബുദ്ധിയും ശുദ്ധിയുമുള്ള എല്ലാ മുസ്ലിമിനും നിസ്കാരം നിർബന്ധമാണ് എന്നാണ്. അപ്പോൾ നിർബന്ധമാണ് എന്നവിടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ അത് കംപ്ലീറ്റായി. ഇനി നാലാമത്തത് നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ 7 ഡാഷ്. നായ, പന്നി എന്നിവ കൊണ്ട് നജസായാൽ എന്ത് ചെയ്യണം? 7 തവണ കഴുകണം എന്നാണ്. 7 തവണ കഴുകണം എന്നവിടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അതും കംപ്ലീറ്റായി. ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി 2 എണ്ണം എഴുതാം. ഒരു ചോദ്യമുള്ളൂ. അതെന്താണ്? നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ. നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ 5 എണ്ണം ഉണ്ട്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. നമ്മൾ പിന്നെ രണ്ടാമത്തെ പാഠത്തിൽ അല്ലേ, നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ എന്നുള്ള ഹെഡിങ്ങിൽ അതേ പാഠത്തിൽ പഠിച്ചിട്ടുണ്ട്. 5 എണ്ണം. എന്തൊക്കെയാണ് നിസ്കാരത്തിൻ്റെ ഷർത്തുകൾ? 5 ആകുന്നു. 1 ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2 നജസിൽ നിന്ന് ശുദ്ധിയാവുക. 3 ഔറത്ത് മറക്കുക. 4 സമയമാവുകയും ആയെന്നറിയുകയും ചെയ്യുക. 5 ഖിബിലക്ക് മുന്നിടുക. ഇങ്ങനെ 5 ഷർത്തുകളാണുള്ളത്. അതിൽ നിന്ന് ഏതെങ്കിലും 2 എണ്ണം, ഇഷ്ടമുള്ള 2 എണ്ണം ഇത്. ആദ്യത്തെ 2 എണ്ണം എഴുതണമെന്നില്ല, ഓർഡർ വേണമെന്നൊന്നുമില്ല. ഇഷ്ടമുള്ള ഏതെങ്കിലും 2 എണ്ണം എഴുതാം. ഞാനിവിടെ ആദ്യത്തെ 2 എണ്ണം തന്നെയാണ് എഴുതി വെച്ചിട്ടുള്ളത്. 1 ചെറുതും വലുതുമായ അശുദ്ധികളിൽ നിന്ന് ശുദ്ധിയാവുക. 2 നജസിൽ നിന്ന് ശുദ്ധിയാവുക. ഇനി ആറാമത്തെ ആക്ടിവിറ്റി ഉത്തരം എഴുതാം എന്നാണ്. അതിൽ 3 ചോദ്യങ്ങളുണ്ട്. ആ ചോദ്യങ്ങൾ ഉത്തരം എഴുതി കൊടുക്കാനാണ്. അതിലൊന്നാമത്തെ ചോദ്യം എന്താ? 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണം. ഇതാരുടെ കടമയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് 7 വയസ്സായാൽ നിസ്കാരം കൊണ്ട് കുട്ടികളെ കൽപ്പിക്കണം. അതുപോലെ തന്നെ 10 വയസ്സായാൽ നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കണം, അവരടിക്കണം എന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ആരുടെ കടമയാണ്? അത് രക്ഷിതാക്കളുടെ കടമയാണ്. അതാണ് അതിൻ്റെ ആൻസർ. അപ്പോൾ എന്ത് എഴുതാം? രക്ഷിതാക്കളുടെ എന്ന് എഴുതിയാൽ മതി. അപ്പോൾ അതിൻ്റെ ആൻസറായി. അങ്ങനെ കൽപ്പിക്കലും 7 വയസ്സായ നിസ്കാരം കൊണ്ട് കൽപ്പിക്കലും 10 വയസ്സായ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അടിക്കലും രക്ഷിതാക്കളുടെ കടമയാണ്. ഇനി 2 വുളൂഇൻ്റെ 4ാമത്തെ ഷർത്ത് ഏതാണ്? വുളൂഇൻ്റെ 4ാമത്തെ ഷർത്താണ് ചോദിച്ചിട്ടുള്ളത്. നമ്മൾ പിന്നെ 10ാമത്തെ പേജിൽ അഥവാ 4ാമത്തെ പാഠത്തിൽ വുളൂഇൻ്റെ ഷർത്തുകൾ എന്നുള്ള പാഠത്തിൽ വുളൂഇൻ്റെ 5 ഷർത്തുകൾ പഠിച്ചിട്ടുണ്ടല്ലോ. 1 വെള്ളം തുഹൂറായിരിക്കുക. 2 കഴുകപ്പെടുന്ന അവയവങ്ങളിൽ വെള്ളം ഒലിപ്പിക്കുക. 3 വെള്ളത്തെ പകർച്ചയാക്കുന്ന ചായം പോലെയുള്ളവ അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 4 വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. 5 നിത്യാശുദ്ധിയുള്ളവർക്ക് സമയമാവുക എന്നുള്ളതാണ്. അതിലിപ്പോൾ 4ാമത്തേത് ഏതാ? വെള്ളം ചേരുന്നതിനെ തടയുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക. അതാണ്. അപ്പോൾ ഞാൻ അവിടെ എഴുതിയിട്ടുണ്ട് വെള്ളം ചേരുന്ന ഒന്നും അവയവങ്ങളിൽ ഇല്ലാതിരിക്കുക.
ഇനി മൂന്നാമത്തെ ചോദ്യം, തുഹൂറായ വെള്ളം ഏതാണ്? തുഹൂറായ വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്, ഏതാണത്? നമ്മൾ പഠിച്ചിട്ടുണ്ട്, സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ് തുഹൂർ അല്ലേ? എന്താണ് തുഹൂർ എന്ന് പറഞ്ഞാൽ? സ്വയം ശുദ്ധിയുള്ളതും മറ്റൊന്നിനെ ശുദ്ധിയാക്കാൻ പറ്റുന്നതുമായ വെള്ളമാണ്. അങ്ങനെ എഴുതാം. ഇനി ഏഴാമത്തെ ആക്ടിവിറ്റി പൂരിപ്പിക്കാം എന്നുള്ളതാണ്. അതിൽ 2 ചോദ്യമുള്ളത്. അതിൽ ഒന്നാമത്തെ ചോദ്യം എന്താ? നിസ്കാരം ഡാഷ് തൂണാകുന്നു. എന്താ പഠിച്ചിരിക്കുന്നത് നമ്മൾ? നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു എന്നല്ല പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് എഴുതാം. നിസ്കാരം ദീനിൻ്റെ എന്നാണ് അവിടെ ചേർത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ അത് കംപ്ലീറ്റായി. നിസ്കാരം ദീനിൻ്റെ തൂണാകുന്നു. രണ്ടാമത്തത്, ഉറക്കമോ മറവിയോ കാരണം ഡാഷ് നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. ഉറക്കമോ മറവിയോ കാരണം എന്ത് നഷ്ടപ്പെട്ടാലാണ് കുറ്റക്കാരനാവാത്തത്? നിസ്കാരമാണ് അല്ലേ? അപ്പോൾ നിസ്കാരം എന്നവിടെ ചേർത്ത് കൊടുത്താൽ അത് കംപ്ലീറ്റായി. അപ്പോൾ എങ്ങനെയായി? ഉറക്കമോ മറവിയോ കാരണം നിസ്കാരം നഷ്ടപ്പെട്ടാൽ അവൻ കുറ്റക്കാരനാവുകയില്ല. അതങ്ങനെ പൂരിപ്പിക്കാം. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. മദ്രസ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാവിധ വീഡിയോകളും നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് അത് ഉപയോഗപ്പെടുത്താവുന്നതാണ്. ഈ പരീക്ഷയിൽ നിങ്ങൾക്ക് നല്ല മാർക്ക് അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.